ഹലോ ഗായ്സ്, അപ്പോൾ അതായത് നമ്മുടെ ഡേ 3 ഇൻ തായ്ലൻഡ് വീഡിയോ ആണ്. ആസ് യൂഷ്വൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചങ്ങ് തുടങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഐസ്ക്രീം കണ്ടപ്പോൾ കഴിക്കാൻ ഭയങ്കര കൊതി. ബിക്കോസ് കുറേ ആയി നമ്മുടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട്. ഞാൻ ഷുഗർ കട്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ വണ്ടിയിലോട്ടൊക്കെ കയറി. ഞാൻ വണ്ടിയിലിരുന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബുദ്ധ ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അസ്ലമിൻ്റെ ഷോ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പോകുന്നത് നോങ്നൂജ് ഗാർഡനിലോട്ടാണ്. ഇതൊരു ഏകദേശം 600 ഏക്കറിൽ ഒരു ഫുൾ ഗാർഡൻ ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ അതുമാത്രമല്ല, അവിടെ അങ്ങനെ കുറേ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കൂടുതലും ഇങ്ങനെ സ്റ്റാച്ചു പോലെ ഒരു ആന, ഡിനോസർ, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധന്മാരുടേത്. ഈ തായ്ലൻഡ് എന്ന് പറയുന്നത് ഒരു 95% ബുദ്ധന്മാർ താമസിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ കൂടുതലും ഈ ബുദ്ധ ടെമ്പിൾസ് ഒക്കെയാണ് ഉള്ളത്. അത് കഴിഞ്ഞതാ വീണ്ടും അസ്ലമിൻ്റെ കുറേ രസമായിക്കോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇപ്പം ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു ലഞ്ച് കഴിക്കാൻ. ബിക്കോസ് ഇവിടെ നോങ്നൂജ് ഗാർഡൻ കാണാൻ വന്നവരും ഈ ഷോ കാണാൻ വന്നവരും ഒക്കെ ഒരുമിച്ചായിരുന്നു ലഞ്ച് കഴിക്കുന്നത്. അപ്പം നമ്മളിതാ ഒരു എലിഫൻറ്റ് ഷോ ഒക്കെ കാണുന്നുണ്ട്. കുറേ ആനകളൊക്കെ എന്തൊക്കെയാ ചെയ്യുന്നത്, സത്യത്തിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ആനയുടെ കൂടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത്. അത് കഴിഞ്ഞ് നമ്മളിതാ ഇപ്പോൾ ഒരു 3 അവർ ട്രാവലുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ വണ്ടിയിലെല്ലാവരും നല്ല അന്താക്ഷരിയൊക്കെ കളിച്ച്. അത് കഴിഞ്ഞ് നമ്മളിതാ കുറേ അധികം ട്രാവൽ ചെയ്ത് നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ബാങ്കോക്കിലോട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു ഹോട്ടലാണ്, നല്ല ആംബിയൻസും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. കുറേ മിററും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതാണ് പറയുന്നത് വീഡിയോയ്ക്കകത്ത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല നാടൻ ചോറും അവിയലും അതുകൂട്ടും മീൻകറിയും തോരനും ഒക്കെ കൂട്ടി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ പറയാൻ വിട്ടുപോയി, നല്ല പായസവും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടപ്രഥമ പോലത്തെ ഒക്കെ ഒരു പായസം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ബാങ്കോക്ക് സ്ട്രീറ്റൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പം